ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഉള്ളിച്ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 15 വറ്റൽമുളകും ഒരു 15ഓളം ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ വറ്റൽ മുളകൊന്ന് ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. വറ്റൽ മുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മുളകൊക്കെ ഇവിടെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അതുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിയുടെയും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി പുളിയൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഈ ചമ്മന്തി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.